നമുക്കിന്നൊരു ചെറിയ ഡേറ്റിന് പോയാലോ? ഒരു ബ്രഞ്ചൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും പിന്നെ ഈ മെറൂൺ കൂടിയിട്ട് നിൽക്കുന്ന പുള്ളിയും. സംതൃപ്തിപരമായ ദാമ്പത്യ ജീവിതത്തിന് അനുസരണാശീലം വളരെ അത്യാവശ്യമാണെന്നാണല്ലോ. അതുകൊണ്ട് അനുസരിക്കാൻ മടി കാണിക്കുന്ന വേളകളിൽ വേണമെങ്കിലും ഒന്ന് അനുസരിപ്പിക്കാൻ ശ്രമിക്കാം. 2 ആഴ്ചയായി ഈ ഒരു പണി ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ചിട്ടയൊക്കെ പഠിപ്പിച്ച സ്ഥിതിക്ക് നമുക്കിനി ഡ്രസ്സ് ചെയ്യാം. ഒരു സിമ്പിൾ ജീൻസും ഒരു ഷർട്ടും. ഈ ലൂസ് ഫിറ്റ് ഡ്രസ്സിനൊരു പ്രശ്നമുണ്ട്. അതിൽ നമ്മളൊരു കംഫർട്ട് കണ്ടുപിടിച്ചാ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ഞാനിപ്പോ ആ ഒരു അവസ്ഥയില. മൊത്തം അങ്ങോട്ട് ഡ്രസ്സ് ചെയ്ത് വന്നപ്പോ ഒരു വാഴുന്നൂർ മീൻ മാത്തച്ചൻ ചായ തോന്നണതാവും. പിന്നെ സമ്മറൊക്കെ ആയില്ലേ, നമുക്ക് നമ്മുടെ കളർഫുൾ വാച്ചസ് ഒക്കെ പുറത്തിറക്കാം. അങ്ങനെ അധികം മേക്കപ്പ് ഒന്നുമില്ല. ഒരു റെഡിഷ് ബ്രൗണിലോട്ട് വരുന്ന ഒരു ലിപ്സ്റ്റിക് ഇടാം. അയവ ഉഷാറായിക്കുന്നു. ഇനി കുറച്ച് ബ്ലഷും കൂടെ ഇട്ടാൽ പരിപാടി തീർന്നു. ഇനി മുടി നമുക്ക് നടുവെടുത്ത് നല്ലോണം ചീകി ഒതുക്കി കെട്ടിവെക്കാം. ഇങ്ങനത്തെ സ്ലീക്ക് ബണ്ണും പോണിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വാക്സ് സ്റ്റിക്കും ഒരു ബ്രഷും നല്ലതാണ്, ആ ഒരു ഡെഫിനിഷൻ ഒന്ന് കിട്ടാൻ. ഈ കുറെ ബേബി ഹെയർസ് ഒന്നും പറഞ്ഞ ഒരു വസ്തുവും കേൾക്കില്ലാന്ന്. അതിന് ഇത് രണ്ടും ആവശ്യമാണ്. അങ്ങനെ ഞാൻ റെഡി. എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക്? ഇനി വലിയ ആവശ്യമൊന്നുമില്ലെങ്കിലും ഒരു ബാഗും കൂടെ കയ്യിൽ വെക്കാം. ഞാൻ ഇവിടെ ഇത്രയൊക്കെ കെട്ടിച്ചമഞ്ഞ നേരത്ത് ഒരു ജീൻസും മാറ്റി വിഷ്ണു റെഡിയായി. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്? ഞങ്ങൾ തമ്മിൽ ലവാണ്. ശരിക്കും. ഇനി അധിക സമയം ഇവിടെ നിന്നാൽ ലവിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാം. ഞങ്ങളെ കണ്ട ഒരേ സ്ഥലത്തേക്ക് പോകുന്ന 2 ആൾക്കാരാന്ന് പറയൂ. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഫോണും സ്റ്റാൻഡും പാർക്കിങ്ങിൽ വെച്ച് മറന്നുപോയൊരു ചരിത്രം എനിക്കുണ്ട്. ഇന്നത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ കയ്യും പിടിച്ച് ഞങ്ങൾ നേരെ ബ്രഞ്ച് കഴിക്കാൻ പോയി. അവിടുന്ന് നല്ല സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്ത് വർത്താനം പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഇപ്പത്തെ ഡയപ്പർ ഹൈഡ്രോഫിൽ ഫീഡിംഗ് ബോട്ടിൽ ഫോർമുല ചുറ്റിപ്പറ്റിയിട്ടുള്ള വർത്താനമല്ല. അതിന്നൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് സുഖല്ലേ, സാൻഡ്വിച്ചിൽ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ, ജീവിതം എങ്ങനെ പോകുന്നു, അങ്ങനെ ഇപ്പൊ സിലബസിലും ലൈഫിലും ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഒക്കെ സംസാരിച്ചിരുന്നു. വീട്ടിൽ UV വെയിറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് സമയം പരിമിതമായിരുന്നു. പക്ഷെ ഈ കുറച്ച് സമയം നമ്മളൊരു കാര്യം ഓർമ്മപ്പെടുത്തി. നമ്മളൊരു ടീമാണ്, ശത്രുപക്ഷത്തുള്ള ആൾക്കാരല്ലാന്ന്. പിന്നെ നമ്മൾ യുവിക്ക് ഒരു കുഞ്ഞി ടോയ് ഒക്കെ വാങ്ങി മെല്ലെ വീട്ടിൽ പോയി. നമ്മളിങ്ങനെ നമ്മുടെ ഓരോ റിലേഷൻഷിപ്പിലും എടുക്കുന്ന കുഞ്ഞ് എഫേർട്സ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി നിലനിർത്തുന്നത്.